जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् हृदयस्य प्रेरणाय प्रवृत्तिरोगं वराकरूपो तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു വരുന്നത്. ശ്ലോകം 50 മുതലാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള ശ്രീ ചൈതന്യ ചരിതാമൃതം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഒരു വരദാനമാണ്. ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം നമ്മൾ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ശ്രീല പ്രഭുപാജിയുടെ മഹാകാരുണ്യമാണ്. ശ്രീമദ് ഭാഗവതം അദ്ദേഹം തർജ്ജമ ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇടവേള എടുക്കുന്നു. ചൈതന്യ ചരിതാമൃതം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സമയം കണ്ടെത്തി. വളരെ ചുരുക്കം സമയം കൊണ്ട് അദ്ദേഹം ഏകദേശം 11,000 ശ്ലോകങ്ങളാണ് ചൈതന്യ ചരിതാമൃതത്തിലുള്ളത്. ആദിലീല, മധ്യലീല, അന്ത്യലീല 11,000 ചില്ലാനം ശ്ലോകങ്ങളുണ്ട്. എല്ലാം ഓരോ ശ്ലോകവും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ ഭാവാർത്ഥം കൂടെ അദ്ദേഹം എഴുതി നമുക്ക് തന്നു. അന്നത് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇന്ന് നമുക്ക് ചൈതന്യ ചരിതാമൃതം പഠിക്കുവാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ മലയാളത്തിലും മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും അത് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. അന്ന് ശീല പ്രഭുപാജി അന്ന് എടുത്തിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ്. അദ്ദേഹത്തിന് അറിയാം. കാര്യം ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പോയതിനു ശേഷം ആണെങ്കിലും എൻ്റെ ശിഷ്യര്, വരിഷ്ഠരായിട്ടുള്ള എൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ശിഷ്യര് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. എന്നാൽ ചൈതന്യ ചരിതാമൃതം ബംഗാളിയിലാണ്. മാത്രമല്ല വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിന് പ്രാധാന്യം കൊടുത്ത് ചെയ്തു. ഗൗഡീയ വൈഷ്ണവ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം. ശ്രീ ചൈതന്യ ചരിതാമൃതം, ചൈതന്യ ഭാഗവതം,
അതേപോലെ ചൈതന്യ മംഗൾ. ചൈതന്യ മംഗൾ ശ്രീല ലോചൻ ദാസ് ഠാക്കൂർ എഴുതിയിട്ടുള്ളതാണ്. ചൈതന്യ ഭാഗവതം ശ്രീല വൃന്ദാവൻ ദാസ് ഠാക്കൂർ എഴുതിയിട്ടുള്ളതാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രാധാന്യം ഒരുപാട് കൂടുതലാണ്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. കാര്യം ഇതിൽ മഹാപ്രഭുവിന്റെ സന്യാസത്തിന് ശേഷമുള്ള ലീലകൾ ഇത്രയും വിശദമായിട്ട് വിവരിച്ചിട്ടുള്ള വേറെ ഗ്രന്ഥമില്ല. മാത്രമല്ല ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും, ശ്രീമദ് ഭാഗവതമാവട്ടെ, ഉപനിഷത്തുകളാവട്ടെ, ശ്രീമദ് ഭഗവത്ഗീതയാവട്ടെ, ശ്രീല രൂപ ഗോസ്വാമിയുടെ കൃതികളാവട്ടെ, മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരുടെ, ബിൽവമംഗല ഠാക്കൂറിന്റെ കൃതികൾ, ഈ എല്ലാത്തിൽ നിന്നും ഒരുപാട് റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും ചൈതന്യ ചരിതാമൃതത്തിൽ. അത്രയും മനോഹരമാണ് ഈ ഒരു മഹാഗ്രന്ഥം, അതിന് ഒരു സംശയവുമില്ല. മാത്രമല്ല ഒരുപാട് പ്രിൻസിപ്പിൾസ്, ഒരുപാട് തത്വങ്ങളും ഒരുപാട് പ്രിൻസിപ്പിൾസും നമ്മൾ പഠിക്കാൻ സാധിക്കും ചൈതന്യ ചരിതാമൃതത്തിലൂടെ. മഹാപ്രഭുവിന്റെ ആ ഒരു ജീവിതം, ആ ഒരു ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഭക്തരുമായിട്ട് ഇടപഴകുന്നു, ഭക്തർ അദ്ദേഹത്തോട് എങ്ങനെ ഇടപഴകുന്നു, ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തിലൂടെ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെയും ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെയും നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. മധ്യലീല ആദ്യത്തെ അധ്യായം, ശ്ലോകം നമ്പർ 50. ഈ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മധ്യലീലയിൽ അദ്ദേഹം അതായത് കുറെ ഇനി നമ്മൾ കാണും, ഇനി അടുത്ത 2 അധ്യായങ്ങൾ അദ്ദേഹം അന്ത്യലീലയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഒരു ബ്രീഫായിട്ട് മധ്യലീലയുടെ തുടക്കം പറയുവാണ്. കാര്യം അദ്ദേഹത്തിന് ഒരു കാരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതുന്നത് 90 വയസ്സിന് ശേഷമാണ്, 95 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രായമായി, അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നു, കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല. അതേപോലെ ഒരുപാട് നമുക്കറിയാം 90 വയസ്സ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വയസ്സിലാണ് അദ്ദേഹം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു മഹാഗ്രന്ഥം എഴുതുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, അതായത് ഞാനിത് എഴുതാൻ കാരണം, ഞാനിപ്പോൾ മധ്യലീലയിൽ തന്നെ അന്ത്യലീലയുടെ ഒരു ബ്രീഫ് ഞാനിവിടെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുവാണ്, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഈ ഒരു ഗ്രന്ഥം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ, മഹാപ്രഭുവിന്റെ അന്ത്യലീല അല്ലെങ്കിൽ ജഗന്നാഥ്പുരിയിലെ സന്യാസത്തിന് ശേഷമുള്ള ലീലകളുടെ ആ വിശദീകരണം ഒരുപക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, എന്നാൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കത്തിൽ 2-3 അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ത്യലീലയിൽ ചില കാര്യങ്ങൾ, ഈ ഒരു അധ്യായമല്ല, ഇതിനുശേഷം മുന്നോട്ട് നമ്മൾ 1-2 ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണാം. അന്ത്യലീലയിൽ പറയുന്ന മഹാപ്രഭുവിന്റെ ലീലകൾ വളരെ ചുരുക്കത്തിൽ 1-2 ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അന്ത്യലീലയുടെ ഒരു ഓവർവ്യൂ കിട്ടണമെങ്കിൽ ഈ അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എക്സ്പ്ലനേഷൻ കൂടുതൽ വരുന്നത് പിന്നെ അന്ത്യലീല. പിന്നെ മഹാപ്രഭുവിന്റെ മഹാകാരുണ്യം കൊണ്ട് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പൂർത്തിയാക്കി പുസ്തകം വളരെ ഭംഗിയായിട്ട്. അദ്ദേഹം വിചാരിച്ച പോലെ അദ്ദേഹത്തിന്, അതായത് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ചൈതന്യ മഹാപ്രഭു അത് ഉറപ്പുവരുത്തി. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു മഹാഗ്രന്ഥം പൂർത്തിയാക്കിയതിനു ശേഷം, പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി എല്ലാം ഭംഗിയായി ശേഷം തിരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകാനാണ് മഹാപ്രഭു തീരുമാനിച്ചത്. ശ്ലോകം 50 നോക്കാം. പുസ്തകമുള്ളവരെ എടുക്കാം വായിക്കാൻ. വിംശതി വത്സരായിച്ചേ കൈലഗതാഗതി അന്യോന്യേ ദുഹാര ദുഹാ വിനാ നഹി സ്ഥിതി
विंशति वत्सरायचे कैलागतागती अन्योन्ये दुहारा दुहा विना नाही स्थिती. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. വിംശതി വത്സര ഐച്ഛേ കൈലാഗതാഗതി അന്യോന്യേ ദുൻഹാര ദുൻഹ വിനാനാഹി സ്ഥിതി. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. 20 സംവത്സരങ്ങൾ തുടർച്ചയായി ഈ സമ്മേളനം നടക്കുകയും അപ്രകാരം ഭഗവാനും ഭക്തന്മാർക്കും പരസ്പരം സന്ദർശിക്കാതെ സന്തുഷ്ടരായിരിക്കാൻ സാധിക്കാത്ത വിധം സാഹചര്യം അങ്ങേയറ്റം തീവ്രമായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിന്റെ അന്ത്യലീലയുടെ അവസാനത്തെ സമയങ്ങൾ, അതായത് ജഗന്നാഥ്പുരിയിൽ അദ്ദേഹം പോയതിനു ശേഷം, അദ്ദേഹത്തിന്റെ സന്യാസത്തിന് ശേഷം നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൽ അദ്ദേഹം 24 വയസ്സ് വരെ, ആദ്യത്തെ 24 വയസ്സ് വരെ നവദ്വീപിലുണ്ടായിരുന്നു. നവദ്വീപിലെ അദ്ദേഹത്തിന്റെ ബാല്യലീലകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു യൗവനാവസ്ഥയിൽ ഉണ്ടാവുന്ന ലീലകളും, അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, അത് ടീച്ചറായിരുന്നു, ആ ഒരു സെക്ഷനൊക്കെ അദ്ദേഹത്തിന്റെ 24 വർഷത്തിൽ വരുന്നതാണ്, ആദ്യത്തെ 24-ൽ. പിന്നെ അതിനുശേഷം അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അച്ഛന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ഈശ്വരപുരി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലീല അവിടുന്ന് ആ ഒരു ഫേസ് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഈ നാമസങ്കീർത്തനം ഉദ്ഘാടനം ചെയ്യുന്നു. ആ സമയത്ത് തന്നെ നിത്യാനന്ദ പ്രഭുവും അവിടെ ജോയിൻ ചെയ്യുന്നു. അതേപോലെ എല്ലാവരും കൂടെ ശ്രീവാസാങ്കണിൽ അത് ആരംഭിക്കുന്നു. നാമസങ്കീർത്തനവും ഇതെല്ലാം അവിടെ നിന്നാണ് ആരംഭം. അതിനുശേഷം അദ്ദേഹം സന്യാസം എടുക്കുന്നു 24-ാമത്തെ വയസ്സിൽ. അപ്പോൾ സന്യാസത്തിന് ശേഷം അദ്ദേഹം വരുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന് ആഗ്രഹം വൃന്ദാവനത്തിൽ പോകാനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ അദ്ദേഹം താമസിക്കുന്നു. ജഗന്നാഥ്പുരിയിലാണ് പിന്നീടുള്ള 24 വർഷങ്ങൾ. അതിലെ ആദ്യത്തെ വർഷങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ യാത്രയ്ക്ക് പോകുന്നുണ്ട്. അതേപോലെ ഇന്ത്യ മുഴുവനും അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാവർക്കും ഹരേകൃഷ്ണ മഹാമന്ത്രം കൊടുക്കുവാനും കൃഷ്ണപ്രേമം കൊടുക്കുവാനും, അദ്ദേഹം കൃഷ്ണപ്രേമമാണ് എല്ലാവർക്കും അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആർക്ക് യോഗ്യതയുണ്ടോ ആർക്ക് യോഗ്യതയില്ല എന്നൊന്നും ചൈതന്യ മഹാപ്രഭു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട് ആ ഒരു സെക്ഷനിൽ. അതിനുശേഷം അവസാനത്തെ 12 വർഷങ്ങൾ, അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ യാത്ര, അങ്ങനെ യാത്രകളൊക്കെ നടക്കുന്നു. അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് കാണാം മഹാപ്രഭുവിന്റെ നവദ്വീപിലെ എല്ലാ പാർഷദരും എല്ലാ വർഷവും മുടങ്ങാതെ ജഗന്നാഥ്പുരിയില് ചാതുർമാസ്യ സമയത്ത് 4 മാസം അവിടെ വരും. 4 മാസം മഹാപ്രഭുവിന്റെ കൂടെ മഹാപ്രഭുവിന്റെ അസോസിയേഷന് വേണ്ടി എല്ലാവരും വരുന്നു. എല്ലാ നവദ്വീപിലുണ്ടായിരുന്ന എല്ലാവരും, നവദ്വീപിലും ശ്രീഖണ്ഡ, അതേപോലെ കുലിയ ഗ്രാമം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തരും വരും. ചൈതന്യ മഹാപ്രഭു അവർക്കൊരു അവസരം കൊടുത്തിരുന്നു, പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വർഷത്തിൽ 4 മാസം ചാതുർമാസ്യ സമയത്ത് ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് 4 മാസം ഇവിടെ കാര്യങ്ങൾ, അതായത് ആ സമയത്ത് രഥയാത്രയുണ്ട്, ആ സമയത്ത് ജന്മാഷ്ടമി, രാധാഷ്ടമി, ഇതെല്ലാം വരുന്നത് ആ ചാതുർമാസ്യ സമയത്താണ്, നമുക്കറിയാം. അപ്പോൾ ആ ഫെസ്റ്റിവൽസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, ഒരുമിച്ച് നമുക്ക് നാമസങ്കീർത്തനം ചെയ്യാം, ഒരുമിച്ച് നമുക്ക് മറ്റുള്ള സേവനങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് മഹാപ്രഭു അവരെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അവരെല്ലാവരും ആക്ച്വലി ഈ 4 മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. 8 മാസം അവരെങ്ങനെ ചെലവഴിക്കുന്നു എന്ന് അവർക്കറിയില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വരാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ സംഘം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കും അവര്, ചാതുർമാസം ആവാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 മാസം മഹാപ്രഭുവിന്റെ കൂടെ. അത് 1-2 ആളുകളൊന്നുമല്ല, 100 കണക്കിന് ആളുകൾ, 100 കണക്കിന് ഭക്തര്, മഹാപ്രഭുവിന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ളവര്, അവര് അവിടെ വന്ന് കൂടെ നിൽക്കാറുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ തുടക്കത്തിൽ, അതായത് 24 വർഷത്തിലെ കുറെ വർഷങ്ങൾ സൗത്ത് ഇന്ത്യൻ യാത്ര, ഇതേപോലെ
ഇതുപോലെ മറ്റുള്ള ഭക്തരെല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തെ കുറച്ച് വർഷങ്ങൾ ഇവിടെ പറയുന്നു 12 വർഷങ്ങളെയാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം യാത്രകളൊന്നും പോയിട്ടില്ല. അതിനു മുമ്പാണ് വൃന്ദാവനത്തിലേക്കും സൗത്ത് ഇന്ത്യൻ യാത്രയും മറ്റുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഭക്തർ വരുന്നതും രഥയാത്ര ആഘോഷിക്കുന്ന കാര്യവും വിവരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവസാനത്തെ 12 വർഷം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ആ ആന്തരിക കാരണം, മഹാപ്രഭുവിന്റെ അവതാരത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ബാഹ്യമായിട്ടുള്ളത്, ആന്തരിക കാരണങ്ങളുണ്ട്. ആ ഇന്റേണൽ അതായത് ആന്തരിക കാരണം ശരിക്കും അദ്ദേഹം അത് പ്രാവർത്തികമാക്കുന്നത് ഈ അവസാനത്തെ 12 വർഷങ്ങളിലാണ്. ആ സമയത്ത് അദ്ദേഹം എവിടെയും പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് ശ്രീല സ്വരൂപ് ദാമോദർ ഗോസ്വാമി, അടുത്ത് ശ്രീല രാമാനന്ദ റായ്, അവരുടെ രണ്ടുപേരുടെയും കൂടെ ആയിരുന്നു മഹാപ്രഭു. ആ രാധാഭാവം അദ്ദേഹം ആസ്വദിച്ചു കൊണ്ടിരുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന് കാരണങ്ങളുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിച്ചതാണ്, 1-ാമത്തെ അധ്യായത്തിൽ ആദിലീലയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ കാരണങ്ങളിൽ വെച്ച് ആന്തരിക കാരണങ്ങൾ, ഇന്റേണൽ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ പ്രഭു. മാതാജി അല്ലാതെ വേറെ ആരെങ്കിലും? എനിക്കറിയാം മാതാജിക്ക് അറിയാമെന്നുള്ളത്, ബിക്കോസ് നമ്മുടെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ? അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന പ്രകാരമാണ് മഹാപ്രഭു ജനിച്ചത് തന്നെ. പതിതരായിട്ടുള്ള ജനങ്ങളെ ഉത്ഭുതരാക്കാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു അവതാരം എടുത്തത്. ഓക്കെ, വെരി ഗുഡ്. ഇത് ബാഹ്യമായിട്ടുള്ള കാരണമാണ്, സംശയമില്ല, കറക്റ്റ് ആണ്. എന്നാൽ ആന്തരിക കാരണമല്ല. ആന്തരിക കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, രാധാറാണി ആസ്വദിച്ച ഭഗവാനോടുള്ള ആ പ്രേമം അത് ഭഗവാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തില് വന്നത്. ഓക്കെ, കുറച്ചും കൂടെ വിശദീകരിക്കാൻ പറ്റുമോ? അതായത് 3 കാരണങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. മൂന്ന് കാരണങ്ങളായിട്ട് എടുത്തു പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ ആദിലീലയിൽ. പറഞ്ഞത് കറക്റ്റ് ആണ്. രാധാഭാവം അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ 3 സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആർക്കെങ്കിലും മാതാജിക്കൊന്ന് പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭക്തന്റെ ഭാവം എന്താണെന്നറിയാം. ഓക്കെ, ഭക്തന്റെ ഭാവം. യെസ്, രാധാറാണിയുടെ ഭാവം. രാധാറാണിയെ പോലെ വേറെ ഭക്തിയുണ്ടോ? രാധാറാണിയാണ് അൾട്ടിമേറ്റ്. ഭക്തരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് ശ്രീമതി രാധാറാണിയാണ്, അല്ലെ? അപ്പോൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയുന്നുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച്. അപ്പോൾ വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ റോഷി മാതാജി പറയും. ഹരേ കൃഷ്ണ, പറയട്ടെ. മാതാജി വെയിറ്റ് ചെയ്യൂ. പ്രേമമായി മാതാജി പറയൂ. രാധാറാണി അനുഭവിച്ച ആ ഒരു ഇത് അനുഭവിക്കാനും, പിന്നെ രാധാറാണിക്ക് എത്രത്തോളം ഭഗവാനോട് സ്നേഹമുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കാനും, പിന്നെ എന്താ പറയാ ഈ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് രാധാറാണീസ് ലവ്, പിന്നെ രാധാറാണിയുടെ ഇതിൽ കൂടെ അത് അനുഭവിക്കാനും, രാധാറാണി എന്ത് അനുഭവിച്ചു എന്ന് മനസ്സിലാക്കാനും. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാതാജി. ശ്രീരാധായ പ്രണയ മഹിമ കീദൃശോ വാ നയേവ സ്വാദ്യോ യേനാദ്ഭുത മധുരിമ കീദൃശോ വാ മദീയ സൗഖ്യം ചാസ്യ മത് അനുഭവത കീദൃശം വേതി ലോഭാത് തദ്ഭാവാഢ്യായ സമജനി ശചിഗർഭ സിന്ധോ ഹരിന്ദോ. ശ്ലോകം 6, ആദിലീല, ആദ്യത്തെ അധ്യായത്തിൽ. ശ്രീരാധായ പ്രണയ മഹിമ, രാധാറാണിയുടെ ആ പ്രണയ മഹിമ, അതായത് ആ പ്രണയം, എത്രമാത്രം പ്രേമമുണ്ട് രാധാറാണിക്ക്. രാധാറാണിയുടെ ഭാവം എന്താണ്?
അത് മനസ്സിലാക്കുവാൻ വേണ്ടി സ്വാദ്യോ യേനാദ്ഭുത മധുരിമ കീദൃശോ വാ മദീയ. അതേപോലെ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു ചിന്തിക്കുകയാണ്. അതായത് മഹാപ്രഭു, ഇതാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ കൃഷ്ണൻ ചിന്തിക്കുകയാണ്, എന്നിൽ എന്ത് ക്വാളിറ്റീസ് ആണുള്ളത് രാധാറാണിക്ക് ഇത്രമാത്രം ആകർഷണം തോന്നാൻ. കാര്യം അങ്ങനെയാണ്. ഒരു ശർക്കര ബെല്ലം അല്ലെങ്കിൽ ശർക്കര കഷ്ണം എടുക്കുവാണെങ്കിൽ ശർക്കരയ്ക്ക് അറിയില്ല എത്രമാത്രം മധുരമുണ്ട് എന്നുള്ളത്. എന്നാൽ ഉറുമ്പിന് നല്ലവണ്ണം അറിയാം. ഉറുമ്പ് വന്ന് കഴിക്കുമ്പോൾ ഉറുമ്പ് ഹാപ്പിയായി വന്ന് കഴിക്കുന്നു, സന്തോഷമായിട്ട് അത് ആസ്വദിക്കുന്നു. എത്രമാത്രം മധുരം കൊണ്ട് ശർക്കരയേക്കാൾ കൂടുതൽ ശർക്കരയ്ക്ക് അറിയില്ല, അറിയുന്നത് ഉറുമ്പിനാണ്, അല്ലെങ്കിൽ അത് കഴിക്കുന്ന ആൾക്കാണ്, അല്ലെ? അതേപോലെയാണ് കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷൻ. അദ്ദേഹം ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്നു. എന്നാൽ ഒരു ഭക്തന്റെ ഭാവം എന്താണ് എന്നുള്ളതും, ഭക്തൻ എന്താണ്, അതായത് രാധാറാണിയാണ് ടോപ്പ് മോസ്റ്റ്. അതുകൊണ്ടാണ് രാധാറാണിയുടെ കാര്യം പറയുന്നത്. എന്താണ് ഇത്രമാത്രം അവരെ ആകർഷിപ്പിക്കുന്നത്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്നിലുള്ളത് രാധാറാണിക്ക് ഇത്രയും സ്പെഷ്യൽ ആയിട്ട് തോന്നാൻ, ഇത്രമാത്രം പ്രേമം? അതെങ്ങനെയാണ്? അതേപോലെ മൂന്നാമത്തെ കാരണം, എത്രമാത്രം സന്തോഷം രാധാറാണിക്ക് കിട്ടുന്നു. അതായത് ഭഗവാൻ രാധാറാണിയോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടും രാധാറാണിക്ക് എത്രമാത്രം രാധാറാണിയുടെ ഹൃദയത്തിൽ ആ ഒരു മാധുര്യം അനുഭവിക്കുന്നു. ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ഈ ശ്ലോകത്തിൽ. മനോഹരമായിട്ടുള്ള ഇതെല്ലാം നമ്മൾ ചൈതന്യ ചരിതാമൃതം അല്ലെങ്കിലും ഭാഗവതമാണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ലക്ഷ്യം അറിയില്ലെങ്കിൽ പിന്നെ മഹാപ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആന്തരിക കാരണം അറിയണം, അതേപോലെ ബാഹ്യമായിട്ടുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഹരേകൃഷ്ണ മഹാമന്ത്രം മറ്റുള്ളവർക്ക് കൊടുക്കാനും, അതേപോലെ തന്നെ കൃഷ്ണപ്രേമം എല്ലാവരിലേക്ക് എത്തിക്കുവാനും, എല്ലാവരും ഉദ്ധരിക്കാനും, അല്ലെ? ഇതെല്ലാം റീസൺസ് ആണ്, സംശയമില്ല. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത എന്ന് പറയുന്ന പോലെ ധർമ്മ സംസ്ഥാപനാവർത്തായ സംഭവമേ യുഗേ യുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനോ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനോ ഭഗവാൻ അവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല. എന്നാൽ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അതാണ് ആന്തരിക കാരണം. മറ്റുള്ളത് എക്സ്റ്റേണൽ റീസൺ ആണ്. അതേപോലെ മഹാപ്രഭുവിന്റെ അവതാരത്തിനും കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ 50-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. അവസാനത്തെ 12 വർഷം ആ മഹാപ്രഭു അദ്ദേഹം ഈ പറയുന്ന 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ പറയുന്ന 3 കാര്യങ്ങൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ചൈതന്യ മഹാപ്രഭു. അതാണ് ഈ 12 വർഷങ്ങൾ. അദ്ദേഹം ആ സമയത്ത് ആ വിപ്രലംബ ഭാവം, അതായത് രാധാറാണിക്ക് കൃഷ്ണനെ പിരിയുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അതായത് ഇത് സെപ്പറേഷൻ, വിപ്രലംബം എന്ന് പറഞ്ഞ സെപ്പറേഷൻ ആണ്, ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം. ആ ഒരു വിരഹത്തിലെ വേർപാടില് ആ പ്രേമത്തിന്റെ ശക്തി കൂടുതലായിരിക്കും. ഇനി എപ്പോൾ മീറ്റ് ചെയ്യാൻ സാധിക്കും, ഇനി എപ്പോൾ ഒരുമിച്ച് വരും എന്നുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ പ്രേമത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ പ്രേമം എന്ന് തന്നെ പറയാൻ പാടില്ല, കാമം എന്താണെങ്കിൽ അത് അതേപോലെയല്ല. അത് ശരീരത്തിന് തോന്നുന്ന കാര്യങ്ങളാണ്. ഇത് ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. ഹൃദയവും തമ്മിലുള്ള റിലേഷനാണ്. എന്നാൽ അതാണ് പറയുന്നത്. അപ്പോൾ അകന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ അകന്ന് നിൽക്കുമ്പോൾ അതിന്റെ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ ഇനി എന്ന് കാണാൻ സാധിക്കും, എപ്പോൾ കാണാൻ സാധിക്കും, ഇനി കാണാൻ വേണ്ടി ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു. അപ്പോൾ അതിലൊരു ത്രില്ലുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് വിപ്രലംബം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഗിഫ്റ്റ്, വരദാനം എന്ന് പറയുന്നത്. ഈ ഒരു
പരകീയ രസം, പരകീയ രസം എന്ന് പറയുന്നതും, അതേപോലെ ഈ വിപ്രലംബ ഭാവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗൗഡീയ വൈഷ്ണവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. രൂപ ഗോസ്വാമിയുടെ ആ ഒരു ലീഡർഷിപ്പിൽ നമ്മൾ പഠിച്ചു പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് 12 വർഷങ്ങൾ. വിവർത്തനം വായിച്ചു അതോ വായിച്ചില്ല എന്ന് തോന്നുന്നു, അല്ല ഭാവാർത്ഥം വായിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? വായിച്ചോളൂ. ഭാവാർത്ഥം ഇല്ല പ്രഭു, ഇതില് 50 ഭാവാർത്ഥം ഇല്ല, അല്ല വിവർത്തനം 50 മാത്രമേ അല്ല, ഉള്ളൂ. ശരി 51-ലാണ്, ശരിയാണ്, കറക്റ്റ്. ഓക്കെ, നോ പ്രോബ്ലം. ശേഷ അടുത്ത ശ്ലോകം. ശേഷാരയേരഹേ ദ്വാദശ വത്സര കൃഷ്ണേര വിരഹ ലീല പ്രഭുര അന്തര. യെസ്. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്ലോകം. ശേഷ ആരയൈരഹേ ദ്വാദശ വത്സര കൃഷ്ണരേ വിരഹ ലീല പ്രഭുര അന്തര. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അവസാനത്തെ 12 സംവത്സരങ്ങൾ മഹാപ്രഭു തന്റെ ഹൃദയാന്തരത്തിൽ വിരഹത്തിലുള്ള കൃഷ്ണലീലകൾ ആസ്വദിക്കുന്നതിനായി മാത്രം വിനിയോഗിച്ചു. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനുമായി വിരഹത്തിലുള്ള ഗോപസ്ത്രീകളുടെ അവസ്ഥ ആസ്വദിച്ചു. കൃഷ്ണൻ ഗോപികമാരെ വിട്ട് മധുരയിലേക്ക് പോയപ്പോൾ അവിടുന്നുമായുള്ള തീവ്ര വിരഹം അനുഭവിച്ച ഗോപികമാർ ഭഗവാനു വേണ്ടി തങ്ങളുടെ ശേഷിച്ച ജീവിതം മുഴുവൻ വിലപിച്ചു. ഹർഷോന്മത്തമായ ഈ വിരഹാനുഭൂതിയെയാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ പ്രത്യക്ഷ ലീലാ പ്രകടനങ്ങൾ മുഖേന പ്രത്യേകം അനുശാസിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ആ ഒരു വിരഹം, ആ ഒരു വിപ്രലംബ ഭാവമാണ് മഹാപ്രഭു ആസ്വദിച്ചിരുന്നത്. അതേപോലെ രാധാറാണിയുടെ എത്രമാത്രം സ്നേഹമുണ്ട് രാധാറാണിയുടെ ഹൃദയത്തിൽ ഭഗവാനോട് എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു, കൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു. കാര്യം കൃഷ്ണനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ ഭോക്താറാം യജ്ഞ തപസാം എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഭക്തരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഒരു സ്നേഹവും വികാരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാപ്രഭുവായി അദ്ദേഹം വരുന്നത്. അതിമനോഹരം. അതിൽ വെച്ച് ശ്രീമതി രാധാറാണിയുടെയും ഗോപികമാരുടെയും സ്നേഹമാണ് അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. അത് നമുക്കറിയാം. ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ, ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയത് തദ്ധാമ വൃന്ദാവനം രമ്യ കാചിതുപാസന വ്രജവധു. അതായത് ആരാധ്യ ഭഗവാൻ, നമ്മുടെ എല്ലാവരുടെയും ആരാധ്യ ഭഗവാൻ, മഹാപ്രഭുവിന്റെ അഭിപ്രായം, മഹാപ്രഭു പറയാണ്, ഇതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ടോപ്പ് മോസ്റ്റ്, ഹയസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയൻ, അതായത് വ്രജ ഈശ, നന്ദമഹാരാജാവിന്റെ പുത്രൻ കൃഷ്ണൻ, വൃന്ദാവനത്തിലെ കൃഷ്ണനാണ് ആരാധ്യ പുരുഷൻ. മഹാപ്രഭു പറയുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്. തദ്ധാമ വൃന്ദാവനം, ധാമങ്ങൾ ഒരുപാട് പുണ്യഭൂമികളുണ്ട്, പുണ്യസ്ഥലങ്ങളുണ്ട്, എന്നാൽ വൃന്ദാവനമാണ് ഹയസ്റ്റ്. രമ്യ കാചിത് ഉപാസന വ്രജവധു, ഉപാസനകളിൽ വെച്ച്, ഭക്തരിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ വെച്ച് ഗോപികമാരെ പോലെ വേറെ ആരുമില്ല. അതാണ് പറയുന്നത്. വ്രജവധു, അതായത് ഗോപികമാരാണ് ടോപ്പ്. ആ ഒരു അദ്ദേഹത്തിന്റെ ഭക്തരുടെ ശ്രേണി എടുക്കുവാണെങ്കിൽ അതിൽ വെച്ച് ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത് ആർക്കാണ്? ഗോപികമാർക്കാണ്. അതിൽ പിന്നെ ഗോപിക ചൂടാമണിയാണ് നമ്മുടെ ശ്രീമതി രാധാറാണി. പിന്നെ പറയുന്നു ശ്രീമദ് ഭാഗവതം പുരാണമമലം. എന്നാൽ ശാസ്ത്രങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്. നിഗമ കൽപ്പതരോർ ഗലിതം ഫലം. നിഗമ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഒരുപാടുണ്ട്, കൽപ്പതരു പോലെയാണ്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം, അദ്ദേഹം പറയുന്നു, മഹാപ്രഭു പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു 5-ാമത്തെ കാര്യം, 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ആരാധ്യ ഭഗവാനാണ്, കൃഷ്ണനാണ്. 2 പറയുന്നു വൃന്ദാവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധാം. 3 പറയുന്നു വ്രജവധു, ഗോപികമാരാണ് ഭക്തരുടെ ശ്രേണി നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഉള്ളത്. 4-ാമത്തെ പറയുന്നു ശ്രീമദ് ഭാഗവതമാണ് എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈ പൊസിഷൻ കൂടുതലുള്ളത്. 5-ാമത്തെ കാര്യം പറയുന്നു പ്രേമ പൂമർത്തോ മഹാൻ,
മഹാപ്രഭു പറയുന്നു ധർമ്മ അർത്ഥ കാമമോക്ഷ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, പ്രേമ പൂമർത്തവും കൃഷ്ണപ്രേമമാണ് നമ്മുടെ ലക്ഷ്യം. ഈ 5 കാര്യങ്ങളാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, വൃന്ദാവനത്തിലെ കൃഷ്ണൻ, വൃന്ദാവനത്തിലെ ഗോപികമാര്, അതേപോലെ വൃന്ദാവനവും. അതാണ് അതിന്റെ ആ ഒരു മഹാപ്രഭുവിന്റെ അഭിപ്രായമാണ്, മഹാപ്രഭു പറയുന്നതാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മുടെ ആചാര്യൻ എഴുതുന്നതാണ് ശരിക്കും. മഹാപ്രഭു ഇതെല്ലാം കാണിച്ചു തരാനും പഠിപ്പിച്ചു തരാനും നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു തരാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആന്തരികമായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതും സാധിക്കുന്നു. അപ്പോൾ മഹാപ്രഭു ഏത് അവതാരമാണെങ്കിലും, കൃഷ്ണന്റെ അവതാരം നോക്കുവാണെങ്കിലും ഭഗവാന്റെ അവതാരമാണെങ്കിലും ഒരു പർപ്പസ് ഒന്നായിരിക്കില്ല, മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ടാവും. അതെല്ലാം മീറ്റ് ചെയ്യും. അതിൽ ബാഹ്യമായിട്ടുള്ളതും ആന്തരികമായിട്ടുള്ളതും എല്ലാം അവര് ലീലയുടെ ഭാഗമായി അതെല്ലാം അവര് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ആസ്വദിക്കും, അല്ലെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ അത് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യും. അടുത്ത ശ്ലോകം. നിരന്തര രാത്രി ദിന വിരഹ ഉന്മാദേ ഹാസേ കാന്തേ നാചേ ഗയ പരമ വിഷാദേ. ഹരേ കൃഷ്ണ പ്രഭു. നിരന്തര രാത്രി ദിന വിരഹ ഉന്മാദേ ഹാസേ കാന്തേ നാചേ ഗായ പരമ വിഷാദേ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാവും പകലും വിരഹഭാവത്തിൽ ഉന്മത്തനായി കാണപ്പെട്ടു. ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചെയ്തു. ചിലപ്പോൾ നൃത്തമാടുകയും ചിലപ്പോൾ അതിയായ വിഷാദത്തോടെ കീർത്തനം ചെയ്യുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അവസാനത്തെ 12 വർഷങ്ങൾ മഹാപ്രഭു നേരത്തെ പറഞ്ഞ പോലെ എവിടെയും പോവാതെ അദ്ദേഹം സദാസമയവും ആ രാധാറാണി എങ്ങനെയാണോ കൃഷ്ണനെ ആരാധിച്ചിരുന്നത് അതെല്ലാം അദ്ദേഹം ആസ്വദിക്കുമായിരുന്നു. ഇപ്പോഴും പറയുന്നു, ചില സമയങ്ങളിൽ അദ്ദേഹം ഈ ഒരു വിരഹം സഹിക്കാൻ വയ്യാതെ, കൃഷ്ണനുമായിട്ടുള്ള വിരഹം രാധാറാണിക്ക് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മഹാപ്രഭു ഒരു ഭ്രാന്തനെ പോലെ രാത്രിയില്ല പകലില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നു, ചില സമയത്ത് കരഞ്ഞുകൊണ്ട് കീർത്തനം ചൊല്ലുന്നു, നാമം ജപിക്കുന്നു. ചില സമയങ്ങളിൽ ഇനി വേറെ സ്ഥലങ്ങൾ പറയും അദ്ദേഹം നിലത്ത് കിടന്ന് ഉരുളുന്നു, ചില സമയത്ത് ചുമരിൽ പോയി ഭിത്തിയിൽ പോയി തലയിടിക്കുന്നു. ഒരുപാട്. ഇതെല്ലാം ഇത് ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ നമ്മുടെ ഭൗതിക ലോകത്തിലെ ഭ്രാന്തിനെ കുറിച്ചല്ല പറയും. ഇതെല്ലാം അഷ്ടസ്വാത്വികമായിട്ടുള്ള, അല്ല ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അഷ്ടസ്വാത്വിക വികാരങ്ങളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമുക്ക് കാണാം. അതെല്ലാം ഇനിയുള്ള വരുന്ന ശ്ലോകങ്ങളിലും അതേപോലെ അന്ത്യലീലയിലും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ്. അതായത് സ്നേഹം, ആ പ്രേമത്തിന്റെ ഒരു പീക്കാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആണ്. അത് എക്സ്പ്രസ് ആവുന്നതാണ്, അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇങ്ങനെ. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. മഹാപ്രഭു കാണിച്ചു തരുവാണ് നമുക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ നമ്മൾ പറയുന്ന പോലെ കൃഷ്ണപ്രേമം എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, എങ്ങനെയായിരിക്കും അത് അനുഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് എന്ന് മഹാപ്രഭു പറയുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നമ്മളെ കാണിച്ചു തരുവാണ് ഇങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അതെങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ എഫക്റ്റ്, ഇതെല്ലാം കാണിച്ചു തരുവാണ് മഹാപ്രഭു അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ. അതിമനോഹരം. യേ കാലേ കരേന ജഗന്നാഥ ദർശന മനെ ഭാവേ കുരുക്ഷേത്രേ പനായി മിലന. ഹരേ കൃഷ്ണ പ്രഭു. യേ കാലേ കരേന ജഗന്നാഥ ദർശന മനെ ഭാവേ കുരുക്ഷേത്രേ പായാച്ചി മിലന. വിവർത്തനം ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. ആ സമയങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ഭഗവാനെ ദർശനം ചെയ്യും. ദീർഘകാലത്തെ വിരഹത്തിനു ശേഷം കൃഷ്ണനെ കുരുക്ഷേത്രത്തിൽ കണ്ടുമുട്ടിയ ഗോപസ്ത്രീകളുടേത് പോലെയായിരുന്നു അപ്പോൾ അവിടുത്തെ ഭാവം. കൃഷ്ണൻ തന്റെ സഹോദരനോടും സഹോദരിയോടൊപ്പമായിരുന്നു കുരുക്ഷേത്രത്തിൽ സന്ദർശനത്തിനായി വന്നത്.
ഭാവാർത്ഥം. കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ യജ്ഞമനുഷ്ഠിച്ച വേളയിൽ എല്ലാ വൃന്ദാവനവാസികളെയും തന്നെ വന്നു കാണാൻ ക്ഷണിച്ചിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയം എല്ലായ്പ്പോഴും കൃഷ്ണന്റെ വിരഹത്താൽ നിറഞ്ഞിരുന്നു. പക്ഷേ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കാൻ സന്ദർഭമുണ്ടായാലുടൻ അവിടുന്ന് കുരുക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണാൻ വന്ന ഗോപികമാരുടെ വിചാരങ്ങളിൽ സമ്പൂർണമായി മുഴുകി. ഹരേ കൃഷ്ണ. ഈ ഒരു ശ്ലോകം 1 മണിക്കൂർ ചർച്ച ചെയ്യാനുള്ളതുണ്ട്. ഹരേ കൃഷ്ണ. എന്തായാലും അവിടേക്ക് പോകുന്നില്ല. വളരെ വളരെ സ്പെഷ്യലാണ് ജഗന്നാഥ്. നമ്മൾ ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി ആരാധന ചെയ്യുന്നുണ്ട്. മഹാപ്രഭുവിന്റെ അവതാരമുണ്ട്. ഇതെല്ലാം നമ്മുടെ ശിലപ്രഭുജിയുടെ ഗിഫ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ജഗന്നാഥ് എന്ന് പറയുന്ന ഭഗവാന്റെ ആ രൂപത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതേപോലെ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് ജഗന്നാഥ് പുരി സെലക്ട് ചെയ്തു? നമ്മൾ നേരത്തെ ഈ ക്ലാസ്സിന്റെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, മഹാപ്രഭുവിന്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം ജഗന്നാഥ് പുരിയിൽ കൂടുന്നത് എന്നുള്ളത്. കാര്യം വൃന്ദാവനത്തിലേക്ക് പോകാനായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം സന്യാസത്തിന് ശേഷം നേരെ വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോകണം. കാര്യം ചൈതന്യ മഹാപ്രഭു മുഴുവനും പൂർണ്ണമായിട്ടും അദ്ദേഹം ഉന്മാദത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത, ഒരു ബോധമില്ലാത്ത അദ്ദേഹം സദാസമയം കീർത്തനം ചൊല്ലി ഡാൻസ് കളിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഭാവം അങ്ങനെയായിരുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭു പറയുന്നു, ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവരുന്നത് ശാന്തിപൂരിലേക്കാണ്, അദ്വൈതാചാര്യയുടെ വീട്ടിലേക്ക്. അതിമനോഹരമായിട്ടുള്ള സെക്ഷനാണ്. നമുക്കത് ഇനി വരുമ്പോൾ എപ്പോഴെങ്കിലും ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമ്മൾ അത് പഠിക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് അതെല്ലാം. ഓക്കെ. അപ്പോൾ എനിവേ, എന്താണെങ്കിലും അങ്ങനെ അദ്ദേഹത്തെ ശാന്തിപൂരിലേക്ക് വരുന്നു. കുറച്ചു ദിവസം അവിടെ താമസിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ അവിടെ വെച്ചാണ്, അതുവരെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. വൃന്ദാവനമായിരുന്നു ലക്ഷ്യം മഹാപ്രഭുവിന്റെ. എന്നാൽ അവിടെ വെച്ച് മഹാപ്രഭുവിന്റെ അമ്മ ശ്രീ ശച്ചിമാത മഹാപ്രഭുവിനോട് റിക്വസ്റ്റ് ചെയ്യും, നീ വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരമായി. ബംഗാളിൽ നിന്ന്, നവദ്വീപിൽ നിന്ന് വൃന്ദാവനം ഒരുപാട് ദൂരെയാണ്. എന്നാൽ നിനക്ക് ജഗന്നാഥപുരി എന്തുകൊണ്ട്? ജഗന്നാഥപുരിയിൽ കൂടിയാൽ പോരെ? ജഗന്നാഥപുരി ആവുമ്പോൾ കുഴപ്പമില്ല, കാര്യം അടുത്താണ്, ബംഗാളിൽ നിന്ന് അടുത്താണ്. ശശിമാത പറയുന്നു, ഒരുപാട് ഭക്തർ നവദ്വീപിൽ നിന്ന് ജഗന്നാഥപുരിയിലേക്ക് സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് എനിക്ക് നിന്നെക്കുറിച്ചുള്ള വിവരം എനിക്ക് കേൾക്കാൻ സാധിക്കും. വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്നു. അങ്ങനെ ശശിമാത പറഞ്ഞതിന് ശേഷം എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തരും അത് ശരിയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ മഹാപ്രഭു അമ്മ ആഗ്രഹിക്കുവാണെങ്കിൽ, അത് അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞിട്ടാണ് മഹാപ്രഭു പിന്നീട് ജഗന്നാഥപുരി സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 3 ദിവസം ഹിസ് ഗ്രേസ് ഗോരംഗദർശൻ പ്രഭു, അദ്ദേഹം ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഈ ഒരു സെക്ഷൻ എടുത്തിരുന്നു. മാതൃ ഭക്ത ശിരോമണി എന്ന് പറയുന്ന മഹാപ്രഭുവും അമ്മയും ശച്ചിമാതയും തമ്മിലുള്ള സ്നേഹം, ആ ഒരു സെക്ഷൻ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് വേറെ ക്ലാസ് ആണ്. എനിവേ, നമുക്ക് സമയമില്ലാതെ സംസാരിക്കാൻ. അതിമനോഹരമായിട്ടുള്ള സെക്ഷനാണ്. അപ്പൊ അതാണ് ഒരു കാരണം. ശശിമാതയുടെ നിർബന്ധം അല്ലെങ്കിൽ അഭിപ്രായം മാനിക്കുന്നു മഹാപ്രഭു. അത് ഒരു കാരണമാണ്. അത് എഗെയിൻ ബാഹ്യമായിട്ടുള്ള കാര്യം. ആന്തരികമായിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ ജഗന്നാഥ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ കണ്ണുകൾ? ശരിക്കും പറയുന്നത് അത് വേറൊരു സ്റ്റോറിയാണ്. അത് പറയാൻ നമുക്ക് സമയമില്ല. എല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോറി, രോഹിണി ദേവി ദ്വാരകയിൽ വെച്ച് രാജ്ഞിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൃഷ്ണനും ബലരാമനും വന്നു, കണ്ണു വലുതാവുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് പാരലായിട്ട് വേറൊരു കഥയും കൂടെയുണ്ട്. വേറൊരു വൃന്ദാവനവും കൃഷ്ണനുമായിട്ട് കണക്ട് ആയിട്ട്, രാധാറാണിയും ഗോപികമാരുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറൊരു സ്റ്റോറി. അതാണ് ഇവിടെ കുരുക്ഷേത്രത്തിലെ കാര്യം പറയുന്നതും. മനോഹരമാണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ല. അപ്പൊ എന്താണെങ്കിലും
ജഗന്നാഥ് രാധാറാണിയുമായിട്ടുള്ള ആ വിരഹത്തിലാണ് നിൽക്കുന്നത്. ആ വിരഹവേദന, ആ വിരഹത്തിൽ അദ്ദേഹത്തിന്റെ രാധാറാണിയെ കാണാനുള്ള ആ ആഗ്രഹം, ആ വിപ്രലംബ ഭാവത്തിൽ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കണ്ണുകളും അതായത് രാധയുടെ പ്രേമം, രാധാരസ രാധാരസ മത്ത് രാധാരസ അദ്ദേഹത്തിന്റെ ഭാവം ശ്രീല ഗോർ ഗോവിന്ദ സ്വാമി മഹാരാജ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു. അതായത് രാധാരസം അദ്ദേഹത്തിന്റെ, അതായത് രാധാരസം മത്ത് പിടിച്ച് രാധാറാണിയുടെ ആ ഒരു സ്നേഹം കൃഷ്ണൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് മത്തായി നടക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ ജഗന്നാഥിന്റെ. കാര്യം വൃന്ദാവനത്തിലേക്ക്, അത് നമുക്കറിയാം, ജഗന്നാഥ് അമ്പലത്തിൽ നിന്ന് ഗുണ്ടീച്ചയിലേക്ക് പോകുന്നത് ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന പോലെയോ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ കുരുക്ഷേത്രത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന പോലെ അല്ലെ. കുരുക്ഷേത്രത്തിൽ ഇവര് എല്ലാവരും മീറ്റ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും. 100 വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണനും ദ്വാരകാവാസികളും വരുന്നു കുരുക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്ന് വൃന്ദാവനവാസികൾ എല്ലാവരും അവിടെ വരുന്നു. രാധാറാണിയും ഗോപികമാരും നന്ദമഹാരാജും യശോദറാണിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ ഉള്ള സമയത്ത് രാധാറാണി ആഗ്രഹിക്കുന്നു, എനിക്ക് ഈ ഒരു രൂപം, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കാണാൻ. അതായത് രാജാവിനെ പോലെ തലയിൽ കിരീടമൊക്കെ ചൂടി, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്റെ ശ്യാമസുന്ദറാണ് എന്റെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ നിന്നെ കൃഷ്ണനോട് പറയുന്നു, ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു വൃന്ദാവനത്തിലേക്ക്. നമുക്ക് യമുനയും നികുഞ്ചങ്ങളുമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ കൃഷ്ണനും ആഗ്രഹം അതാണ്. അപ്പോൾ രഥയാത്രയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു, രാധാറാണിയും ഗോപികമാരും ചേർന്ന് കൃഷ്ണനെ കൊണ്ടുപോവാണ്, വലിക്കുവാണ്. കൃഷ്ണന്റെ രഥത്തെ വലിച്ച് വൃന്ദാവനത്തിലേക്ക്, കുരുക്ഷേത്രത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഭാവമാണ്, ആ ഒരു സിഗ്നിഫിക്കൻസ് ആണ് രഥയാത്രയ്ക്ക് ഉള്ളത് എന്നുള്ളത്. കൃഷ്ണൻ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും കൃഷ്ണന്റെ കണ്ണ് വലുതായിട്ടിരിക്കുന്നത് രാധാറാണിയോടുള്ള പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ടും വിരഹം കൊണ്ടും ആ ഒരു ഭാവത്തിലാണ് ഉള്ളത്. അത് കൃഷ്ണൻ. ഓക്കെ, ജഗന്നാഥ്. എന്നാൽ ജഗന്നാഥിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്ന ആരാണ്? മഹാപ്രഭു. മഹാപ്രഭു ആരാണ്? കൃഷ്ണനാണ്, പക്ഷെ ഭാവം രാധാറാണിയുടെയാണ്. രാധാറാണി എന്ന് വിളിക്കാൻ നോക്കും മഹാപ്രഭുവിനെ. കാര്യം മഹാപ്രഭു കൃഷ്ണനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവവും എല്ലാം രാധാറാണിയാണ്. കാണാനുള്ള രൂപവും അല്ലെങ്കിൽ ആ കോംപ്ലക്ഷനും എല്ലാം രാധാറാണിയുടെയാണ്. അപ്പോൾ ജഗന്നാഥ് കൃഷ്ണനും ശ്രീമതി രാധാറാണിയാണ് മഹാപ്രഭു. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇന്ററാക്ഷൻ ആണ്, കണ്ണും തമ്മിലുള്ള ആ ഒരു കൂട്ടിമുട്ടലാണ് ജഗന്നാഥ് രഥയാത്ര. ഹരേ കൃഷ്ണ. രാധയും കൃഷ്ണനും ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അവര് വീണ്ടും മീറ്റ് ചെയ്യുന്ന ആ സമയത്ത്, ആ വിപ്രലംബം അല്ലെങ്കിൽ ആ ഒരു വിരഹത്തിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ഒരു അവസരമാണ് ഈ രഥയാത്ര എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. ശരിക്കും അതിമനോഹരമാണ് നമ്മുടെ ആചാര്യന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. എന്തായാലും വേറൊരു അവസരത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ സമയമായി. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അന്ത്യലീലയിൽ വരുന്ന കാര്യങ്ങളാണ്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ മധ്യലീലയുടെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന്. അതുകൊണ്ട് അദ്ദേഹം എല്ലാം ഇവിടെ വിശദീകരിക്കുന്നു. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्री चैतन्य चरितामृत की जय, श्री कृष्णदास कविराज गोस्वामी की जय, जगत गुरु श्री प्रभुपाद की जय, श्री सच्चिदानंद श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. हरे कृष्णा. प्रणाम प्रभु जी. हरे कृष्ण. हरे कृष्ण. प्रणाम प्रभु जी. हरे कृष्णा. प्रणाम प्रभु. हरे कृष्ण. प्रणाम. हरे कृष्ण. थैंक यू प्रभु. प्रणाम प्रभु. प्रणाम. हरे कृष्ण. हरे कृष्ण. प्रणाम. ഓക്കെ, എന്ത് ചെയ്തോട്ടെ പ്രഭു?
Okay, sure. Okay. Thank you so much, Prabhu. Thank you so much. Hare Krishna. Hare Krishna. Panchakal.